ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു കുഞ്ഞീസ് ക്ലാസ്. നമുക്കിന്ന് ജോഗ്രഫിയുടെ ബാക്കി പോർഷൻസ് നോക്കാം. ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും കുഞ്ഞീസ് ക്ലാസ്സും എക്സാം ടോപ്പേഴ്സും സബ്സ്ക്രൈബ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലാസ്റ്റ് ക്ലാസ്സിൽ പഠിപ്പിച്ച പോർഷനൊക്കെ വായിച്ച് നോക്കി, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ പഠിച്ചു എന്ന് വിചാരിക്കുന്നു. നമുക്കപ്പം ബാക്കി പോർഷനിലേക്ക് പോകാം. ലോഞ്ചിറ്റ്യൂഡ് ആൻഡ് ടൈം. The best means of measuring time is by the movement of the earth, the moon and the planets. The sun regularly rises and sets every day, and naturally it is the best timekeeper throughout the world. Local time can be reckoned by the shadow cast by the sun, which is the shortest at noon and longest at the sunrise and sunset. അപ്പോൾ നമുക്ക് ടൈം മെഷർ ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് മീൻസ് എന്ന് പറയുന്നത് എന്താ? ഈ എർത്തിൻ്റെയും മൂണിൻ്റെയും പ്ലാനറ്റ്സിൻ്റെയും ഒക്കെ മൂവ്മെൻ്റ് ആണ് അല്ലേ? അത് മെഷർ ചെയ്യുന്നതിലൂടെ നമുക്ക് ടൈം ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? അതായത് നമ്മുടെ സൂര്യൻ എല്ലാ ദിവസവും ഉദിക്കുന്നുമുണ്ട് അസ്തമിക്കുന്നുമുണ്ട്. അതൊരു നാച്ചുറലായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ് അല്ലേ? അങ്ങനെ നമുക്ക് ഈ സൂര്യൻ്റെ ഷാഡോ കാസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് നമ്മുടെ ലോക്കൽ ടൈം കണ്ടെത്താനായിട്ട് സാധിക്കും. അതായത് നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, സണ്ണിൻ്റെ ഷാഡോ എന്ന് പറയുന്നത് നൂൺ ടൈമിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഷാഡോ ആയിരിക്കും അല്ലേ? എന്നാലത് സൺറൈസ് അല്ലെ സൺസെറ്റിൻ്റെ സമയത്ത് നല്ല ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഷാഡോ ആണ് ഈ സണ്ണ് കാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിലൂടെ തന്നെ നമുക്ക് ടൈം കണ്ടെത്താനായിട്ട് സാധിക്കും. എങ്ങനെയാണ്? സണ്ണ് ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഷാഡോ കാസ്റ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? നൂൺ ടൈമിൽ. അതുപോലെ തന്നെ ലോങ്ങസ്റ്റ് ആയിട്ട് ഷാഡോ വരുന്നത് സൺറൈസിലും സൺസെറ്റിലും. അപ്പോൾ നമുക്ക് ഈ ഷാഡോ നോക്കി തന്നെ നമുക്ക് പറയാൻ പറ്റും രാവിലെ ആയോ ഉച്ചയായോ വൈകുന്നേരം ആയോ എന്നൊക്കെ അല്ലേ? When the prime meridian of Greenwich has the sun at the highest point in the sky, all the places along this meridian will have midday or noon. അതായത് എന്താണ് ഈ പ്രൈം മെറിഡിയൻ ഓഫ് ഗ്രീൻവിച്ച് എന്ന് പറയുന്നത്? അത് 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡാണ് അല്ലേ? അതായത് നമുക്ക് ലോഞ്ചിറ്റ്യൂഡ് മെഷർ ചെയ്യാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രീൻവിച്ചിലൂടെ പാസ് ചെയ്യുന്ന ആ ഒരു ലോഞ്ചിറ്റ്യൂഡിനെ നമ്മൾ പ്രൈം മെറിഡിയൻ ഓഫ് ഗ്രീൻവിച്ച് എന്ന് എടുക്കുന്നത്. അതായത് 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ്. ഈ മെറിഡിയനിൽ സണ്ണ് ഏറ്റവും ഹയസ്റ്റ് പോയിന്റിൽ സ്കൈയിൽ നിൽക്കുന്ന ആ ഒരു ടൈമാണ് നൂൺ ടൈം എന്ന് പറയുന്നത്. അതായത് നൂൺ ടൈമിൽ ഈ മെറിഡിയനിൽ നിന്ന് ഹയസ്റ്റ് പോയിന്റിലായിരിക്കും സണ്ണ് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. As the earth rotates from west to east, those places east of Greenwich will be ahead of Greenwich time and those to the west will be behind it. എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഏത് ഡിറക്ഷനിലാണ്? വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്കാണ് എർത്ത് എപ്പോഴും റൊട്ടേറ്റ് ചെയ്യുന്നത് അല്ലേ? എല്ലാവർക്കും അറിയത്തില്ലേ അത്? അപ്പം ഈ ഗ്രീൻവിച്ചിൻ്റെ ഈസ്റ്റിലോട്ടും അതുപോലെ തന്നെ വെസ്റ്റിലോട്ടും ഒക്കെ സ്ഥലങ്ങളുണ്ട് അല്ലേ? അപ്പം ഇത് ഈ ഈസ്റ്റ് കിടക്കുന്ന സ്ഥലങ്ങളും വെസ്റ്റ് കിടക്കുന്ന സ്ഥലങ്ങളും ഒക്കെ ആയിട്ടുള്ള ടൈമിന് വ്യത്യാസം ഉണ്ടാവും. അതായത് ഗ്രീൻവിച്ചിൽ നിന്ന് ഈസ്റ്റിലോട്ടുള്ള സ്ഥലങ്ങൾ, ഗ്രീൻവിച്ചിൻ്റെ ഈസ്റ്റിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ടൈം കൂടുതലായിരിക്കും, ഗ്രീൻവിച്ചിനെക്കാട്ടിലും ടൈം കൂടുതലായിരിക്കും. എന്നാൽ വെസ്റ്റിൽ കിടക്കുന്ന സ്ഥലങ്ങൾക്ക് ഗ്രീൻവിച്ചിനെക്കാട്ടിലും ടൈം കുറവുമായിരിക്കും. The rate of difference can be calculated as follows. The earth rotates 60 degree in about 24 hours, which means 15 degree an hour or 1 degree in 4 minutes. എർത്ത് 24 അവേഴ്സിൽ 360 ഡിഗ്രി അത് റൊട്ടേറ്റ് ചെയ്യും. അതായത് നമ്മളതിനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 15 ഡിഗ്രിയാണ് ഈ എർത്ത് 1 മണിക്കൂറിൽ റൊട്ടേറ്റ് ചെയ്യുന്നത്. അതായത് 1 ഡിഗ്രി എർത്തിന് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് 4 മിനിറ്റ് മാത്രമാണ് ആവശ്യമായിട്ടുള്ളത്. Thus, when it is 12 noon at Greenwich, the time at 15 degree east of Greenwich will be 15 into 4, 60 minutes. That is 1 hour ahead of Greenwich time, which means 1 p.m. But at 15 degree west of Greenwich, the time will be behind Greenwich time by 1 hour. That is, it will be 11 a.m. Similarly, at 180 degree, it will be midnight when it is 12 noon at ഗ്രീൻവിച്ച്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്രീൻവിച്ചിൻ്റെ ഈസ്റ്റിലും അതുപോലെ തന്നെ വെസ്റ്റിലുമുള്ള സ്ഥലങ്ങളിലൊക്കെ ടൈമിന് ചേഞ്ച് ഉണ്ട്. ഗ്രീൻവിച്ചിനെ അപേക്ഷിച്ച് മറ്റ് സ്ഥലങ്ങളിൽ ടൈം വ്യത്യാസമായിരിക്കും അല്ലേ? അത് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഗ്രീൻവിച്ചിൽ നിന്ന് ഈസ്റ്റിലോട്ട് ഒരു 15 ഡിഗ്രി മാറിയുള്ള ലോഞ്ചിറ്റ്യൂഡ് അത് പാസ് ചെയ്യുന്ന ആ സ്ഥലത്തെ ടൈം എന്ന് പറയുന്നത് ഗ്രീൻവിച്ചിലുള്ള ടൈമിനെക്കാട്ടിലും 1 അവർ മുന്നിലായിരിക്കും
ഓക്കെ, അതായത് ഈസ്റ്റിലോട്ട് പോകും തോറും ടൈം ഗ്രീൻവിച്ചിനേക്കാട്ടിൽ കൂടിക്കൊണ്ടിരിക്കും. എന്നാൽ വെസ്റ്റിലോട്ട് പോകുമ്പോഴോ ഗ്രീൻവിച്ചിനേക്കാട്ടിൽ ടൈം കുറഞ്ഞുമിരിക്കും. ഓക്കെ, അതായത് ഗ്രീൻവിച്ചിലുള്ള ഇപ്പോൾ ടൈം എന്ന് പറയുന്നത് 12 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, 12 ആണ് ഗ്രീൻവിച്ചിലുള്ള ടൈം. അവിടെ നിന്ന് 15 ഡിഗ്രി ഈസ്റ്റിലോട്ട് മാറിയുള്ള സ്ഥലത്തെ ടൈം എന്ന് പറയുന്നത് 1 അവർ കൂടുതലാണ്. അപ്പോൾ അവിടെ എത്ര ആയിരിക്കും ടൈം? 1 ആയിരിക്കും അല്ലേ, 1 PM ആയിരിക്കും അവിടുത്തെ ടൈം എന്ന് പറയുന്നത്. ഇനി ഗ്രീൻവിച്ചിൽ നിന്ന് വെസ്റ്റിലോട്ട് 15 ഡിഗ്രി മാറിയുള്ള സ്ഥലത്തെ ടൈം എന്ന് പറയുന്നത് 1 അവർ ഈ ഗ്രീൻവിച്ചിനേക്കാട്ടിലും കുറവായിരിക്കും അല്ലേ. അപ്പോൾ അവിടുത്തെ ടൈം എത്ര ആയിരിക്കും? 11 AM ആയതേ ഉള്ളായിരിക്കും. നമുക്കറിയാം ഇങ്ങനെ ഗ്രീൻവിച്ച് 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ആണെന്നും ഇതിൽ നിന്ന് ഈസ്റ്റിലോട്ടും വെസ്റ്റിലോട്ടും ഒക്കെ ലോഞ്ചിറ്റ്യൂഡ്സ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുമെന്ന് അറിയാം അല്ലേ. അതുപോലെ തന്നെ ഈ ഗ്രീൻവിച്ചിലുള്ള ലോഞ്ചിറ്റ്യൂഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. അപ്പോൾ അവിടുത്തെ ടൈം എങ്ങനെ ആയിരിക്കും? ഗ്രീൻവിച്ചിൽ 12 noon ആണെങ്കിൽ ആ 180 ഡിഗ്രി മാറിയുള്ള ആ സ്ഥലത്തെ ടൈം എന്ന് പറയുന്നത് 12 midnight ആയിരിക്കും. ഓക്കെ, അതായത് ഇത്രയും മാത്രം ഓർത്താൽ മതി, ഗ്രീൻവിച്ചിലൂടെ പോകുന്ന ടൈമിനേക്കാട്ടിലും മുന്നിലായിരിക്കും ഈസ്റ്റിലുള്ള സ്ഥലങ്ങൾ. അതുപോലെ തന്നെ വെസ്റ്റിലുള്ള സ്ഥലങ്ങളിൽ ഗ്രീൻവിച്ചിനേക്കാട്ടിലും ടൈം കുറവുമായിരിക്കും. At any place, a watch can be adjusted to read 12 o'clock when the sun is at highest point in the sky, that is, when it is midday. The time shown by such a watch will give the local time for that place. You can see that all the places on a given meridian of longitude have the same local time. അതായത് മിഡ് ഡേ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നൂൺ ടൈമിൽ എത്ര മണിയായിരിക്കും? അത് 12 o'clock എന്ന് പറയുന്നതാണ് നൂൺ ടൈം അല്ലേ. ആ സമയത്തായിരിക്കും സൂര്യൻ അതിൻ്റെ ഹയസ്റ്റ് പോയിന്റിൽ എത്തിയിട്ടുണ്ടായിരിക്കുക. സ്കൈയിൽ ഏറ്റവും ഹയസ്റ്റ് പോയിന്റിൽ സണ്ണ് നിൽക്കുന്ന ആ ഒരു ടൈമാണ് മിഡ് ഡേ എന്ന് പറയുന്നത്, അതായത് 12 o'clock. ഒന്നും അല്ലെങ്കിൽ നൂൺ ടൈം എന്ന് ഓർക്കുക. ഓക്കെ, അപ്പം നമുക്ക് ആ ഒരു സ്കൈയിലുള്ള സണ്ണിൻ്റെ പൊസിഷൻ വെച്ചിട്ട് നമുക്ക് മിഡ് ഡേ കണ്ടെത്താൻ സാധിക്കുകയും ചെയ്യും. ആ സമയത്ത് നമ്മുടെ വാച്ചിൽ കാണത്തില്ലേ 12 o'clock എന്നുള്ള ആ ഒരു ടൈം, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. ആ സമയത്തെയാണ് നമ്മൾ ആ സ്ഥലത്തെ ലോക്കൽ ടൈം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഒരു കാര്യം കൂടെ ഓർപ്പിക്കാൻ പറ്റും, ലോഞ്ചിറ്റ്യൂഡ് പാസ് ചെയ്യുന്ന എല്ലാ സ്ഥലത്തെയും ടൈം എന്ന് പറയുന്നത് ഒന്ന് തന്നെയായിരിക്കും അല്ലേ. ഒരു ലോഞ്ചിറ്റ്യൂഡ് പാസ് ചെയ്യുന്ന എല്ലാ സ്ഥലത്തെ ടൈമും ഒന്ന് തന്നെയാണ്, ഒരേ ലോക്കൽ ടൈമാണ് ആ സ്ഥലത്ത് മുഴുവൻ ഉണ്ടായിരിക്കുക. Why do we have standard time? The local time of places which are on different meridians are bound to differ. For example, it will be difficult to prepare a timetable for trains which cross several longitudes. അതായത് ഒരു രാജ്യത്തൂടെ പോകുന്ന ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരെണ്ണം ആയിരിക്കത്തില്ല അല്ലേ, ഒരുപാട് ലോഞ്ചിറ്റ്യൂഡ്സ് ചിലപ്പോൾ ഒരു രാജ്യത്തൂടെ തന്നെ പാസ് ചെയ്തു പോകും. അപ്പോൾ ആ രാജ്യത്തെ ലോക്കൽ ടൈം എന്ന് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിരിക്കും അല്ലേ. എത്ര ലോഞ്ചിറ്റ്യൂഡ്സ് ആണ് ഇതിലൂടെ പാസ് ചെയ്യുന്നത്, അപ്പോൾ അതിനെല്ലാം കൂടെ നോക്കി നമ്മൾ അങ്ങനെ ഒരു ലോക്കൽ ടൈം ആ രാജ്യത്തിന് വേണ്ടി കൊടുക്കും. അങ്ങനെ ഒരു ടൈമിൽ വേണം ഒരു കൺട്രി ഫോളോ ചെയ്യാൻ, എന്നാൽ മാത്രമേ നമുക്ക് ഇപ്പം ട്രെയിനിൻ്റെ ടൈമിംഗ് പറയുകയാണെങ്കിൽ ഇപ്പം ഒരു രാജ്യത്ത് ഒരു സ്ഥലത്ത് ഇന്നതാണ് ട്രെയിനിൻ്റെ ടൈമിംഗ്, മറ്റൊരു സ്ഥലത്ത് ഇന്നതാണ് ട്രെയിനിൻ്റെ ടൈമിംഗ്, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഒരു കൺട്രി ഫുൾ ഒരു ലോക്കൽ ടൈം ഫോളോ ചെയ്യണം അല്ലേ. In India, for instance, there will be a difference of 1 hour and 45 minutes in local times of Dwaraka in Gujarat and Dibrugarh in Assam. It is therefore necessary to adopt the local time of some central meridian of a country as the standard time for the country. ഇപ്പം നമ്മുടെ രാജ്യത്തെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ അത് ഏറ്റവും വെസ്റ്റിൽ കിടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് എന്താ? ദ്വാരക, ഗുജറാത്തിലുള്ള ദ്വാരകയാണ് ഏറ്റവും വെസ്റ്റിൽ കിടക്കുന്നത്. ഈസ്റ്റിൽ ആസാം, ദിബ്രുഗഡ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ഇവർ തമ്മിലുള്ള ലോഞ്ചിറ്റ്യൂഡിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 68 ഡിഗ്രി ഈസ്റ്റ് ആണ്. ആ ഒരു ലോഞ്ചിറ്റ്യൂഡാണ് ദ്വാരകയിലൂടെ പാസ് ചെയ്തു പോകുന്നത്. എന്നാൽ ആസാമിലൂടെ പാസ് ചെയ്തു പോകുന്ന ആ ലോഞ്ചിറ്റ്യൂഡ് 97 ഡിഗ്രി ഈസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ലോഞ്ചിറ്റ്യൂഡും തമ്മിലുള്ള ഡിഫറൻസ് വെച്ച് നോക്കുമ്പം അവിടുത്തെ ടൈമിന് 1 hour and 45 minutes ഡിഫറൻസ് ഉണ്ട്. അതായത് ദ്വാരകയിലുള്ള ടൈമിനെക്കാട്ടിലും 1 hour and 45 minutes അഹെഡ് ആയിരിക്കും ഈ ആസാമിലുള്ള ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ രണ്ട് ടൈം വെച്ച് നമുക്ക് നമ്മുടെ രാജ്യത്തെ ട്രെയിനിൻ്റെ ടൈമിംഗ് സിസ്റ്റവും അങ്ങനെ പല ടൈമിങ് നമുക്ക് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അല്ലേ. In India, the longitude of 82.5 degree east, that is 82 degree 30 minute east,
is treated as the standard meridian. The local time at this meridian is taken as the standard time for the whole country. It is known as the Indian Standard Time. അതായത് നമ്മൾ മുമ്പേ വായിച്ചപ്പോൾ കണ്ടായിരുന്നു, ഇന്ത്യയിലെ ഏറ്റവും വെസ്റ്റിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ദ്വാരക അല്ലേ. ഗുജറാത്തിലുള്ള ദ്വാരകയാണ് ഏറ്റവും വെസ്റ്റിൽ സ്ഥിതി ചെയ്യുന്നത്. അവിടെ കൂടെ പാസ് ചെയ്യുന്ന ലോഞ്ചിറ്റ്യൂഡ് എത്രയാണ്? 68 ഡിഗ്രി ഈസ്റ്റ്. അതുപോലെ ഏറ്റവും ഈസ്റ്റിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? ദിബ്രുഗർ. എവിടെയുള്ള? ആസാമിലുള്ള ദിബ്രുഗറാണ് ഏറ്റവും ഈസ്റ്റിൽ സ്ഥിതി ചെയ്യുന്നത്. അവിടെ കൂടെ പാസ് ചെയ്യുന്ന ലോഞ്ചിറ്റ്യൂഡ് എത്രയാണ്? 97 ഡിഗ്രി ഈസ്റ്റ്. അപ്പം നമുക്ക് ഈ ലോഞ്ചിറ്റ്യൂഡ് വെച്ച് നമുക്കൊരു ലോക്കൽ ടൈം ഇന്ത്യക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല അല്ലേ. അതുകൊണ്ടാണ് ഈ രണ്ടിൻ്റെയും ഈ ഇന്ത്യയിലൂടെ മിഡിലിലൂടെ, ഇന്ത്യയുടെ കൃത്യം മിഡിലിലൂടെ പാസ് ചെയ്യുന്ന ലോഞ്ചിറ്റ്യൂഡ്, അതായത് 82.5 ഡിഗ്രി ഈസ്റ്റ് എന്നുള്ളതാണ് നമ്മൾ സ്റ്റാൻഡേർഡ് മെറിഡിയനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് മെറിഡിയൻ എന്ന് പറയുന്നത്, 82.5 ഡിഗ്രി ഈസ്റ്റ് അല്ലെങ്കിൽ 82 ഡിഗ്രി 30 മിനിറ്റ് ഈസ്റ്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് മെറിഡിയൻ. അപ്പോൾ ഈ മെറിഡിയൻ്റെ ടൈമാണ് നമ്മൾ ലോക്കൽ ടൈമായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്നാണ് ഈ ലോക്കൽ ടൈമിനെ നമ്മൾ പറയുന്നത്. ഈ മെറിഡിയൻ്റെ ലോക്കൽ ടൈമിനെയാണ് നമ്മൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം, അതുപോലെ തന്നെ ഏതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് മെറിഡിയൻ, ഏത് മെറിഡിയനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ച് പഠിച്ചേക്കണം. Kabir lives in a small town near Bhopal. He tells his friend Alok that they will not be able to sleep tonight. A day and night cricket match between India and England had started at 2 p.m. in London. This means that the match would begin at 7:30 p.m. in India and finish well into the night. Do you know what is the time difference between India and England? നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത പോലെ പറയുന്നത്, അതായത് ലണ്ടനിൽ 2 p.m. ആണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ആ ടൈം എന്ന് പറയുന്നത് 7:30 p.m. ആയിരിക്കും. ഓക്കെ, ഇന്ത്യ located east of Greenwich at 82 degree 30 minute is 5 hours and 30 minutes ahead of GMT. So it will be 7:30 p.m. in India when it is 2 p.m. noon in London. ഇന്ത്യയും ലണ്ടനും തമ്മിലുള്ള ആ ഒരു ടൈം ഡിഫറൻസ് എന്ന് പറയുന്നത് 5 hours and 30 minutes ഡിഫറൻസ് ഉണ്ട്. അതായത് ലണ്ടനിൽ 2 p.m. ആണെങ്കിൽ 5 hours and 30 minutes അഹെഡാണ് നമ്മുടെ ഇന്ത്യയിലെ ടൈം. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? ലണ്ടനിൽ നിന്ന് ഈസ്റ്റിലേക്കാണ് ഈ നമ്മുടെ ഇന്ത്യ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ടൈം ഈ ലണ്ടനിലേക്കാട്ടിലും കൂടുതലായിരിക്കും അല്ലേ. അപ്പോൾ ലണ്ടനിലെ ടൈം 2 p.m. ആണെങ്കിൽ അവിടെ നിന്നും ഈസ്റ്റിലേക്ക് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഇന്ത്യയുടെ ടൈം എന്ന് പറയുന്നത് അതിൻ്റെ ലോഞ്ചിറ്റ്യൂഡ് അനുസരിച്ച് ഡിഫർ ചെയ്യും. 82 ഡിഗ്രി 30 മിനിറ്റ് ഈസ്റ്റ് എന്നുള്ള ആ ഒരു ലോഞ്ചിറ്റ്യൂഡിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ടൈം 5 hours and 30 minutes അഹെഡ് ആയിരിക്കും. അപ്പം ഇവിടുത്തെ ടൈം 7:30 p.m. ആയിരിക്കും. Some countries have a great longitudinal extent and so they have adopted more than one standard time. For example, in Russia, there are as many as 11 standard times. The earth has been divided into 24 time zones of 1 hour each. Each zone thus covers 15 degree of longitude. ചില കൺട്രീസിൽ ഒരുപാട് ലോഞ്ചിറ്റ്യൂഡ്സ് ആ കൺട്രിയിലൂടെ പാസ് ചെയ്യുന്ന എക്സാമ്പിളാണ് റഷ്യ എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് ലോഞ്ചിറ്റ്യൂഡ്സ് പാസ് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ ഒരു ലോക്കൽ ടൈം മാത്രം എടുക്കാൻ പറ്റത്തില്ല. അതായത് റഷ്യയിൽ 11 സ്റ്റാൻഡേർഡ് ടൈംസ് ആണ് അവർ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ കൺട്രിയിൽ എത്രയേ ഉള്ളൂ? ഒരെണ്ണേ ഉള്ളൂ. ഒരു ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്ന് നമ്മൾ പറയുന്ന ഒറ്റ ലോക്കൽ ടൈമാണ് നമ്മുടെ കൺട്രി ഫോളോ ചെയ്യുന്നത്. പക്ഷേ റഷ്യ പോലുള്ളൊരു ബിഗ് കൺട്രിയിൽ ഓൾമോസ്റ്റ് 11 സ്റ്റാൻഡേർഡ് ടൈമാണ് അവർ ഫോളോ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ എർത്തിനെ 24 ടൈം സോൺസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ സോൺ എന്ന് പറയുന്നത് 15 ഡിഗ്രി ഓഫ് ലോഞ്ചിറ്റ്യൂഡാണ്. അപ്പോൾ ഈ ചാപ്റ്റർ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒട്ടും ഡിഫിക്കൽട്ട് അല്ല, നന്നായിട്ട് മനസ്സിലാക്കി വളരെ ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ്. അപ്പം ഒന്ന് മനസ്സിലാക്കി പഠിക്കുക, എളുപ്പമാണിത് പഠിക്കാനായിട്ട്. അപ്പം ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഇതിൻ്റെ എക്സസൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സിനോ അല്ലെങ്കിൽ എക്സാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ലഭിക്കാനായിട്ട് എക്സാം ടോപ്പേഴ്സ് എന്ന് പറയുന്ന ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ചാനലിലേക്ക് കയറുകയും വീഡിയോസൊക്കെ കാണുകയും ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കുഞ്ഞീസ് ക്ലാസ്സും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്.